ഓണാവധിയെല്ലാം കഴിഞ്ഞ് സ്കൂള് തുറന്നു. 2 ദിവസമായി സ്കൂൾ തുറന്നിട്ട്. ഇന്ന് മുതലാണ് എൻ്റെ പിള്ളേർ 2 പേരും ഇന്ന് മുതലാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. അവൻ ഈ കുറച്ച് ദിവസത്തെ ഇടവേള ആയതുകൊണ്ട് തന്നെ 10 ദിവസത്തെ ഫ്രീ സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഒരിച്ചിരി ജഗപുകയായിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കാര്യം 5 മണിക്ക് ഞാൻ അലാറം വെച്ചെങ്കിലും ഓഫ് ചെയ്തിട്ട് ഒരു 5:30 വരെ കിടക്കാമെന്ന് വിചാരിച്ചു. 5:30 6 മണിയായി. 6 മണിയായപ്പോഴാണ് ഞാൻ എണീറ്റത്. പിന്നീട് എനിക്ക് പിന്നെ എനിക്ക് ഒന്നിനും സമയമില്ലാതെ എല്ലാം ജഗപുകയെന്നും പറഞ്ഞാണ് ഞാൻ കാര്യങ്ങളെല്ലാം പെട്ടെന്നാണ് ഞാൻ നടത്തുന്നത് കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ ക്ലിപ്പുകൾ ഞാൻ എടുത്തിട്ടുള്ളൂ. എങ്കിലും വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ എടുക്കും. ഇടയ്ക്കാണ് വീഡിയോ എടുക്കണമെന്ന് ഓർക്കുന്നത്. ഓടിച്ചെന്ന് ക്യാമറ ഓൺ ആക്കിയേക്കും. അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് മുതലാണ് അവർ സ്കൂളിൽ പോയത്. അപ്പോൾ രാവിലെ ഇന്നലൊക്കെ തലേന്ന് ഞാൻ കടല വെള്ളത്തിയിട്ടിരുന്നു. രാവിലെ കടലയൊന്ന് വേവിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വിചാരിച്ചു കൈയോടെ മോരിനങ്ങ് അരച്ച് മാറ്റാം. ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ പെട്ടെന്നങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ തിരങ്ങ തിരുമ്മി മോരിനങ്ങ് അരച്ചു, തൈര് ഒഴിച്ച് മോരിനങ്ങ് അരച്ച് കഴിഞ്ഞു. എന്നിട്ട് മോരിൻ്റെ അത് മാറ്റി വേറെ പാത്രത്തിനകത്താക്കിയതിന് ശേഷം നമ്മുടെ ബീൻസ് അരിഞ്ഞു വെച്ചിരുന്നു. അത് അന്നേരമാണ് ഞാൻ തലേന്ന് അരിഞ്ഞു വെച്ചതൊന്നുമല്ല, അന്നേരം അരിഞ്ഞെടുത്തതാണ്. അത് കടുവറുത്ത് അതിനകത്തേക്കിട്ട് അത് തോരനും അങ്ങ് ആക്കി പെട്ടത്. തോരനാക്കി മാറ്റി വെച്ചപ്പോഴൊന്നും വീഡിയോ എടുക്കുന്നവർ ഓർക്കുന്നില്ല കേട്ടോ. പിന്നാണ് പെട്ടെന്ന് കടലയ്ക്ക് സവാള എടുത്ത് അടപ്പിലിട്ട് വഴറ്റുന്ന സമയമായപ്പോഴാണ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കടലയാവുന്നുണ്ട്. പിന്നെ അത് എനിക്ക് ഇന്ന് നമുക്ക് മീനായിട്ട് ഇട്ടിരിക്കുന്ന തേടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തേങ്ങ തിരുമ്മി വറുക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് അന്നേരം എൻ്റെ മോൻ വന്ന് അവൻ്റെ കാര്യങ്ങൾ മൂത്തവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ താനങ്ങ് ചെയ്തോളും. അത് ചെയ്തു വന്നപ്പോൾ എന്നോട് അമ്മ എന്തെങ്കിലും ജോലി ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊന്ന് വറുക്കാൻ ഒന്ന് ഇളക്കി സഹായിക്കടാന്ന് പറഞ്ഞപ്പോൾ അവൻ വന്ന് ഇളക്കി സഹായിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കടലക്കറി റെഡിയായി, ഞാനത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ തേങ്ങ വറുത്തതും റെഡിയായി മാറ്റിയതിന് ശേഷം ഞാൻ കൈയോടെ ദോശ അവർക്ക് കഴിക്കാനുള്ളതും കൊടുത്തു. അതിനുശേഷം മീനിന് അരച്ച് അതങ്ങ് അടപ്പേ വെച്ചതിന് ശേഷം നേരെ പോയി ഞാൻ തുണിയൊക്കെ കഴുകാനുള്ളത് അത് കഴുകി കുളിച്ച് കഴിഞ്ഞിട്ട് വന്നാണ് 2 പാത്രം ഉണ്ടായിരുന്നു. അതും ഒന്ന് കഴുകി പെട്ടെന്ന് തന്നെ അവരുടെ പാത്രത്തിൽ ചോറും കറികളും എല്ലാം ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം 2 പേരെ സ്കൂളിൽ വിടാനായിട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബൈ.